എന്തായാലും സെമി വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി ദുബായ് ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ എന്തായാലും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു എന്നെ സംബന്ധിച്ചോളം. VGTയിലെ പെർഫോമൻസ്, ടീമിനകത്തൊരു ഐക്യതയില്ല, ഗംഭീർ ഒരു വഴിക്ക്, രോഹിത് ശർമ്മ ഒരു വഴിക്ക് എന്നുള്ള പല രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളും വന്നു. ഗില്ലിനെ സംബന്ധിച്ചോളം ഫോം വളരെ മോശം ഫോമായിരുന്നു. രഞ്ജി കളിക്കാൻ പോയി, രഞ്ജിയിൽ രോഹിത് ശർമ്മ, ജഷ്വാൾ ആൻഡ് ഗില്ല് എല്ലാം ഫ്ലോപ്പായിരുന്നു. എന്നാൽ ഗില്ല് രണ്ടാമത്തെ മത്സരത്തിൽ തിരിച്ചു വന്ന് 71 റൺസ് എടുത്തു. ODI ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്നു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ബേസ് ബോളൊക്കെ കളിക്കുന്ന വളരെ മക്കളത്തിൻ്റെ കീഴിൽ വളരെ അഗ്രസീവായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം. അവർക്കെതിരെ ഞാൻ പ്രതീക്ഷിച്ചു ഈ പ്രാവശ്യം ചിലപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ദയനീയമായിരിക്കാം. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചുള്ള രഞ്ജി ട്രോഫി കാണാൻ 22,000-25,000 പേര് വരുന്ന ഒരു റെക്കോർഡ് ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുകയും ചെയ്തു. എന്നാൽ വിരാട് കോഹ്ലിക്കും വേണ്ടത്ര സ്കോറൊന്നും ചെയ്യാൻ അവിടെയും കഴിഞ്ഞില്ല. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഇന്ത്യൻ ടീം തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഗില്ലിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, ശ്രേയസ് അയ്യറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, രോഹിത് ശർമ്മയുടെ ഔട്ട്സ്റ്റാൻഡിങ് കംബാക്ക്, വിരാട് കോഹ്ലിയുടെ രണ്ടാമത്തെ മത്സരത്തിൽ കളിച്ചില്ല, മൂന്നാമത്തെ മത്സരത്തിൽ തിരിച്ചു വന്നു. എന്നാൽ റാഷിദ് ഖാൻ്റെ ഓഫ് സ്പിന്നർ അമേഷ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുക്കുന്നൊരു സാഹചര്യം. അന്ന് റാഷിദ് ഖാൻ ഇല്ലായിരുന്നെങ്കിൽ കോഹ്ലിയുടെ ഒരു 100 നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇംഗ്ലണ്ട് ഒരു ഫൈറ്റൊന്നും ഇന്ത്യക്ക് കൊടുത്തില്ലെന്ന് തന്നെ പറയണം. അവർ ഓപ്പണേഴ്സ് അഗ്രസീവായിട്ടുള്ളൊരു ക്രിക്കറ്റ് കളിച്ചു. നോക്കുമ്പോൾ 9 ഓവർ 90 റൺസ് ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന റൺ റേറ്റ് 10-11 പെർ ഓവറിൽ പോയിക്കൊണ്ടിരുന്ന റൺ റേറ്റിനെ മിഡിൽ ഓവറിൽ അത് കൺട്രോൾ ചെയ്യാനും ഓപ്പണേഴ്സിൻ്റെ വിക്കറ്റ് പോയപ്പോൾ അവർ ബാറ്റിംഗ് കൊളാപ്സ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വലിയ ചലഞ്ചിങ്ങൊന്നും ബാറ്റ് ചെയ്തപ്പോഴും ബോൾ ചെയ്തപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ത്യ നല്ല രീതിയിൽ ഒരു വൈറ്റ് വാഷ് ആൻഡ് ഇംഗ്ലണ്ടിനെതിരെ നടത്തി നല്ല ഭേദപ്പെട്ട ഒരു കംബാക്ക് ചെയ്തു. ചാമ്പ്യൻസ് ട്രോഫിയിൽ നമുക്ക് പ്രതീക്ഷയും നൽകി. ഇനി ഉള്ള കൺസേൺ ബുംറ ഇല്ല. ബുംറ ഏത് സാഹചര്യത്തിലും ബുംറ നമുക്ക് ഇനി അത് ബാറ്റിംഗ് പിച്ചായിക്കോട്ടെ, ബോളിംഗ് പിച്ചായിക്കോട്ടെ, ഫ്ലാറ്റ് പിച്ചായിക്കോട്ടെ, ഏത് പിച്ചിലും നമുക്കൊരു വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷനാണ് ബുംറ. ഇനിയും ഫസ്റ്റ് 10 ഓവറിൽ അല്ലെങ്കിൽ മിഡിൽ ഓവറിൽ എന്തായാലും ബുംറയുടെ ഒരു കംബാക്ക് ഒരു വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു റോള് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം നികത്തുന്ന ചിലപ്പോൾ സ്പിന്നറായിരിക്കാം. എന്നാൽ പലരും പറയുന്നത് ദുബായിലെ പിച്ച് സ്പിന്നറിനെ എത്രമാത്രം അനുകൂലിക്കുന്നതാണ്. ഇപ്പോൾ നടന്ന ദുബായ് 2020 ലീഗിൽ സ്പിന്നർക്ക് അത്ര അനുകൂലതയൊന്നും അവിടെ കിട്ടിയില്ല. അവിടെ ഫാസ്റ്റ് ബോളർമാർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് അവിടെ കിട്ടിയത്. സ്പിന്നർക്ക് അത്ര അഡ്വാൻറ്റേജ് കിട്ടിയില്ല. അവർക്ക് റൺ വഴങ്ങുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അറിയില്ല ദുബായിലെ സാഹചര്യത്തിൽ ഇന്ത്യ 3 സ്പിന്നറുമായിട്ട് പോകുമോ അതോ 3 ഫാസ്റ്റ് ബോളറുമായിട്ട് പോകുമോ അറിയില്ല. കാരണം ഇന്ത്യക്ക് ഒരു മിഡിൽ ഓവറിലൊരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്മാനെ നോക്കുന്നുണ്ട്. പന്തിൽ വലിയ പ്രതീക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അക്ഷർ പട്ടേൽ കൊടുത്ത എല്ലാ ചാൻസിലും ശ്രീലങ്കയിൽ വെച്ചായിരുന്നാലും ഇപ്പോൾ നടന്ന മാച്ചിലായാലും അക്ഷർ പട്ടേൽ ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഞാൻ അക്ഷർ പട്ടേലിൻ്റെ ഇന്നിങ്സ് നോക്കുമ്പോൾ ഒരു സീനിയർ പ്ലെയർ വില്യംസൺ, സ്മിത്ത്, വിരാട് കോഹ്ലിയൊക്കെ കളിക്കുന്ന പോലെ സിമ്പിളായിട്ട് വന്ന് 50+ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, 50+ സ്കോറ് ഈസി ആയിട്ട് വന്ന് റണ്ണടിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അക്ഷർ പട്ടേൽ തൻ്റെ പെർഫോമൻസ്, തൻ്റെ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ബോളിങ്ങിൽ അത്രയില്ല, ബാറ്റിംഗ് പെർഫോമൻസ് കൊണ്ട് നമ്പർ 5 ഉറപ്പിച്ചു. ടീം പറയുന്ന പോലെ രാഹുലിനെ അവർ നമ്പർ 6-ലാണ് നോക്കിക്കാണുന്നത്. എന്നാൽ അധികം പെർഫോമൻസ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല. അവസാനത്തെ മാച്ചിൽ ഒരു 40 റൺസ് എടുത്തു. എന്നാൽ ഭേദപ്പെട്ട ഒരു തുടക്കം രാഹുലിനും കിട്ടി. ഹാർദിക് പാണ്ഡ്യയും വന്നു 2 6 അടിച്ചു പോയി. എന്നാലൊരു ഫിനിഷറിൻ്റെ റോള് ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചു. എന്നാൽ ചാൻസ് കിട്ടുമ്പോൾ അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ബോളിങ്ങിനാണ് ഷാമിക്ക് പഴയ ഒരു മൂർച്ച ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരമൊന്നും അത്ര നല്ല മത്സരമായിരുന്നില്ല ഷാമിക്കെതിരെ. അർഷദ് റാണ ആദ്യത്തെ 10 ഓവറിൽ പവർ പ്ലേയിൽ നല്ല രീതിയിൽ റൺ വഴങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അർഷദ് റാണ എന്നെ സംബന്ധിച്ചൊരു 3ാം നമ്പർ ബോളറാണ്.
ഒരു 10-15 ഓവറിൻ്റെ ഇടയ്ക്ക് എറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അർഷിദ് റാണയ്ക്ക് വിക്കറ്റ് കിട്ടുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. 140-145+ അർഷിദ് റാണ ബോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അർഷിദ് റാണ ഈസ് എ നമ്പർ 3 ബോളർ. ഇന്ത്യ എന്തായാലും അർഷ്ദീപ് സിംഗിനെയാണോ അർഷിദ് റാണയെ കളിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എനിക്കൊന്ന് കുറച്ച് അർഷ്ദീപിൻ്റെ ആദ്യത്തെ 10 ഓവറായിരിക്കാം, അർഷ്ദീപിൻ്റെ ആദ്യത്തെ പുതിയ ബോളിലായിരിക്കാം അർഷ്ദീപ് ഷൈൻ ചെയ്യുന്നത്. എന്നാൽ അർഷിദ് റാണ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മിഡിൽ ഓവറിൽ പറ്റിയൊരു ബോളറാണ്. എനിക്ക് തോന്നുന്നു ഷാമിയും അർഷ്ദീപ് റാണയും ആയിരിക്കാം ഇന്ത്യയുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്നാണ് തോന്നുന്നത്. അത് വരുന്നുള്ള മാച്ചുകൾ, ബംഗ്ലാദേശിനുള്ള മാച്ചിൽ, പാകിസ്ഥാനിലുള്ള മാച്ചിലെല്ലാം പെർഫോമൻസിനെ അവർ വിലയിരുത്തി അതിനനുസരിച്ച് ടീമിൽ മാറ്റങ്ങളുണ്ടാകാം. സ്പിന്നർ ഈ പ്രാവശ്യം നോക്കുമ്പോൾ കുൽദീപും ഉണ്ട്, വരുൺ ചക്രവർത്തിയും ഉണ്ട്. എന്നാൽ കുൽദീപിനെ മിക്കുള്ള എല്ലാ ബാറ്റ്മാർക്കും അറിയാം കുൽദീപിൻ്റെ ബോൾ. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും വലിയ ഒരു ബോളിങ്ങൊന്നും കുൽദീപ് കാഴ്ചവെച്ചില്ല. ആദ്യത്തെ മത്സരത്തിൽ വിക്കറ്റ് എടുത്തില്ല, രണ്ടാമത്തെ മത്സരത്തിൽ പുറത്തായി, മൂന്നാമത്തെ മത്സരത്തിൽ ഒരു വിക്കറ്റ് കിട്ടുകയും ചെയ്തു. അത് ഇമ്പോർട്ടൻറ്റ് വിക്കറ്റായിരുന്നു. ബെത്തേൽ പറയുന്നൊരു നല്ലൊരു 30-35 റൺസ് പുള്ളി ഈസിയായിട്ട് സ്കോർ ചെയ്തു. പുള്ളിക്ക് ഒരു ചലഞ്ചിങ്ങും ഒരു ബോളറും കൊടുത്തില്ല. എന്നാൽ കുൽദീപിൻ്റെ ഗൂഗിളിൽ എന്തെങ്കിലും ബെത്തേൽ എന്ന് പറഞ്ഞാൽ ബാറ്റ്മാന് ഔട്ടാവാനിടയായി തീർന്നു. അതൊരു നല്ല ബ്രേക്ക് ത്രൂ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് അവിടെ റൂട്ടുമായിട്ട് അവിടെ ഒരു ബെത്തേൽ അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആ പാർട്ണർഷിപ്പ് എന്തായാലും പൊട്ടിക്കാൻ കുൽദീപിനായി. എന്നാലും എന്നെ സംബന്ധിച്ചോളം വരുൺ ചക്രവർത്തിക്ക് ഒരു ചാൻസ് കൊടുക്കണം. വരുൺ ചക്രവർത്തി അധികം ടീം ഫേസ് ചെയ്തിട്ടില്ല. ഗംഭീർ പറഞ്ഞത് എ സൈഡാണല്ലോ. എ സൈഡിൽ നിന്ന് ന്യൂസിലാൻഡും ഇന്ത്യ ആയിരിക്കാം സെമിയിലേക്ക് കിടക്കുന്ന ആദ്യത്തെ ടീം. അവിടെ ഓസ്ട്രേലിയയുടെ പെർഫോമൻസ് ശ്രീലങ്കയിൽ വളരെ ദയനീയമായ പെർഫോമൻസ് ആയിരുന്നു നടന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്ക അറിയില്ല, അവരെ പ്രതീക്ഷിക്കാത്തൊരു ടീമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും ആയിരിക്കാം അപ്പുറത്ത് ബി സൈഡിൽ നിന്ന് വരാനുള്ള ചാൻസ്. നല്ലൊരു മാച്ച് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ എല്ലാ പ്രതീക്ഷകളും നൽകുന്നു. ആ പ്രതീക്ഷ 20-ാം തീയതി നടക്കുന്ന ബംഗ്ലാദേശ് മാച്ചിൽ ഇന്ത്യ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യക്കും കഴിയട്ടെ. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലേക്ക്